ഹലോ ചങ്ങന്മാരെ, ഏതായാലും കുറേ ദിവസമായി 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. ഏതായാലും ആ ദിവസത്തിൻ്റെ എണ്ണയിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. എക്സാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് ഇവിടുത്തെ വിടവാങ്ങൽ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല. കാരണം എക്സാം കഴിഞ്ഞ ഉടനെ ഓരോ വിദ്യാർത്ഥികളും നാട്ടിലേക്ക് പോകാൻ വേണ്ടി ക്ലാസ് റൂമിൽ നിന്ന് റൂമിൽ നിന്ന് പോയൊക്കെ എല്ലാവരും റൂമിൽ കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട്. കാരണം അവർക്കൊന്നും മനസ്സില്ല പോകാൻ. കുറേ വിദ്യാർത്ഥികൾക്ക് ഭയങ്കര ടെൻഷൻ. കാരണം 10 കൊല്ലവും 5 കൊല്ലവും 6 കൊല്ലമൊക്കെ പഠിച്ച കുട്ടികളുണ്ട്. നമ്മളെ കൂട്ടത്തിൽ തന്നെ, ഈ കൂട്ടത്തിൽ തന്നെ 13 വർഷം വരെ പഠിച്ച വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ന് രാവിലെ ക്യാൻറ്റീനിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ കഴിയേണ്ട കാഴ്ച തന്നെയാണ്. അവിടുത്തെ പിന്നെ സ്റ്റാഫുകൾക്കൊക്കെ ഭയങ്കര വിഷമം. നമ്മൾ പോയിട്ട് അത്രങ്ങാനും കമ്പനി ആയിട്ട് ഇങ്ങനെ ഒരുമിച്ച് കൂടെ വർത്തമാനം പറഞ്ഞ് രസമായിട്ട് അന്ന് പൂരി 4 ഉണ്ടാകുമ്പോൾ ഞങ്ങൾ 5 എടുക്കും. അപ്പോൾ ഒരേ ഒച്ചപ്പാടുണ്ടാക്കും. അങ്ങനെയൊക്കെ ഒരേ അനുഭവങ്ങളുണ്ട്. പിന്നെ ക്യാൻറ്റീനിൽ നിന്ന് രാവിലെ പോയപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇങ്ങനെ ഓരോ വർത്തമാനം പറയാണ്. ഏതായാലും ഉനീസേ, എങ്ങനെയാണ് നമ്മൾ വിടവാങ്ങലിടാ? പറയാനൊന്നുമില്ല. ഈ ഒരു വേദന ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ എല്ലാ വിജയത്തിന്റെ പിന്നിലുള്ളത് നമ്മുടെ ഈ സുഹൃത്തുക്കളാണ്. എത്ര വലിയ മുകളിൽ കയറിയാലും നമുക്കൊക്കെ കിട്ടുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്. പക്ഷെ ഓരെ ഇങ്ങനെ നഷ്ടപ്പെടാ എന്ന് പറയുമ്പോൾ, ഒഴിവാക്കി പോവാ എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞാല് നമ്മുടെ തങ്ങൾ കൂടെ ഉണ്ട്, എല്ലാ വിഷയം കൈകാര്യം ചെയ്യുന്ന തങ്ങളായിരുന്നു. അപ്പൊ നമുക്ക് അതും കൂടി ഒരു നഷ്ടപ്പെടലാണ് ഇനിയുള്ളത്. ഇനി നമ്മൾ ആരോട് പറയും? ഞങ്ങള് ഏതായാലും പിന്നെ ഇവിടുത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് കുറേ ദിവസം 3 വർഷത്തോളമായി സൗദിയിൽ പഠിക്കണ്. 2 വർഷത്തോളം 1.5 വർഷത്തോളം ഞാൻ ഇങ്ങനെ വ്ളോഗ് ഇടാൻ തുടങ്ങിയിട്ട് കാസർഗോഡിന്റെ പല ഭാഗങ്ങളിലേക്കും പോയിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കും. പക്ഷെ ഇനിയിപ്പോൾ എന്ത് വ്ളോഗാ ചെയ്യാന്ന് എനിക്ക് മനസ്സിലിങ്ങനെ ആശങ്കയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് വ്ളോഗ് നിർത്തൂല. എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടന്റ് ഇല്ലേലും ദിവസം എന്തെങ്കിലുമൊക്കെ വീഡിയോ ഞങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഏതായാലും നമ്മൾ ട്രിപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. പല വീഡിയോയിലും ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതൊരു വശമാണ്. കാശ്മീർ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഏതായാലും വേറെ ഭാഗത്തേക്കാണ് ഉദ്ദേശിച്ചത്. നിങ്ങളെ ആ സ്ഥലങ്ങൾ ഇൻഷാ അല്ലാഹ് ഞങ്ങളിലേക്ക് എത്തിക്കും. അല്ലേ നമുക്ക് വീണ്ടും കാണാം. പറഞ്ഞാല് കാസർഗോഡുകാർക്കാണ് നമ്മള് വളരെയേറെ സന്തോഷിച്ചത്. കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കണ്ട് നമ്മളെ കാസർഗോഡുകാരാണ്. ഈ ഭാഗത്തുള്ള പല സ്ഥലങ്ങളും പല വിഭവങ്ങളും ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. സന്തോഷങ്ങൾ. സൈദിയൊക്കെ എങ്ങനെ സ്ഥാനത്തൊക്കെ പോയിട്ട് കുറെ ദ്വാരം കേട്ടോ. ഏതായാലും ഉസ്താദിന്റെ പിന്നെ ഒരു പൊരുത്തം കുരുത്തൊക്കെ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും എവിടെന്നെങ്കിലൊക്കെ നമുക്ക് ഒരുമിച്ച് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.